ഉദാഹരണത്തിന് ക്രിസ്തു മതം പഠിപ്പിക്കുന്നത് യേശു ദൈവമാണെന്നാണ്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്നാണ്. എന്നാൽ ഇസ്ലാം വിശ്വാസപ്രകാരം യേശു ദൈവമല്ല, ഒരു സാധാരണ പ്രവാചകനാണ്. ഇത് രണ്ടും കൂടി എങ്ങനെ ശരിയാവുന്നത്? അല്ലേ, രണ്ടും കൂടി ഒരിക്കലും ശരിയാവില്ല. ഒന്നുകിൽ ക്രിസ്തു മതം പഠിപ്പിക്കുന്നത് ശരി, അല്ലെങ്കിൽ ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് ശരി. പക്ഷെ വേറൊരു ചാൻസ് കൂടി ഉണ്ട്, രണ്ടും തെറ്റാവാം. രണ്ടും കൂടി ഒരിക്കലും ശരിയാവില്ല. അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസപ്രകാരം യേശുവിൻ്റെ അമ്മ മറിയം 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദ സ്ത്രീയായിരുന്നു. എന്നാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം യേശുവിൻ്റെ അമ്മ മറിയം എന്ന് പറയുന്നത് യേശുവിനും 1500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മോശയുടെയും അഹറോന്റെയും സഹോദരിയായ മിറിയാം, അതായത് മോശയുടെയും അഹറോന്റെയും അപ്പനായ അമ്രാം, അതായത് ഇമ്രാൻ എന്ന് മുസ്ലിംസ് പറയുന്ന ഇമ്രാന്റെ മകളായ മിറിയാം ആണ് യേശുവിൻ്റെ അമ്മ എന്നാണ് ഖുർആനിൽ പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരമുള്ളത്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ശരിയാവുന്നത്? ഏതെങ്കിലും ഒന്നല്ല ശരിയാവും. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ശരിയാണ് എന്ന ഒരു ഉറച്ച ബോധ്യം നമുക്ക് തന്നെ വേണ്ടേ? അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവാൻ പാടില്ല എന്നല്ല നമ്മളിവിടെ പറയുന്നത്. തീർച്ചയായും നമ്മൾ എന്ത് വിശ്വസിക്കുന്നതോ അത് ശരിയാണ് എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാവേണ്ടത് തന്നെയാണ്. ഈ ഒരു കൺവിക്ഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളെ ചർച്ച ചെയ്യുക, ഡിബേറ്റിന്, സംവാദങ്ങൾക്ക് വിധേയമാക്കുക. എന്നാൽ നമ്മുടെ ആശയങ്ങളെ സ്വീകരിക്കാനോ തള്ളിക്കളയാനോ ഉള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഈ ഒരു സ്വാതന്ത്ര്യം വകവെച്ച് നൽകിക്കൊണ്ടാണ് നമ്മൾ ക്രൈസ്തവരെല്ലാവരും സംവാദങ്ങൾക്ക് വരാറ്, അല്ലെ? നമ്മൾ പറയുന്നത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ നമ്മൾ ആരെയും ഉന്മൂലനം ചെയ്യാൻ പോകാറില്ല.